ഇലന്തൂരിലെ സൈനികന്റെ വീട്ടിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് വ്യോമസേനയുടെ വിമാന അപകടത്തിൽ മരിച്ച തോമസ് ചെറിയാൻ്റെ ഭൗതികദേഹം ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. നാളെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലേക്ക് എത്തിക്കുക. ഇലന്തൂരിലെ തോമസ് ചെറിയാൻ്റെ വീട്ടിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രധാനമന്ത്രിക്ക് വേണ്ടി തോമസ് ചെറിയാൻ്റെ ചിത്രത്തിനു മുൻപിൽ ഗോവ ഗവർണർ പുഷ്പചക്രം സമർപ്പിക്കും. തോമസ് ചെറിയാൻ്റെ ചിത്രത്തിന് മുൻപിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നത് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം തോമസ് ചെറിയാൻ്റെ ചിത്രത്തിന് മുൻപിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വിളിച്ചറിയിച്ചനുസരിച്ച് രാജ്യത്തിൻ്റെ ഉദ്യോഗാരം ഇവിടെ വീട്ടിലെത്തിച്ച് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഈ പുഷ്പചക്രം ഇലന്തൂരിലെ തോമസ് ചെറിയാൻ്റെ വീട്ടിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശനം നടത്തി. പ്രധാനമന്ത്രിക്ക് വേണ്ടി തോമസ് ചെറിയാൻ്റെ ചിത്രത്തിനു മുൻപിൽ പുഷ്പചക്രം സമർപ്പിച്ചു. 56 വർഷങ്ങൾക്ക് മുൻപ് വ്യോമസേനയുടെ വിമാന അപകടത്തിൽ മരിച്ച തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. ഇപ്പോൾ അത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലായിരിക്കും ഇന്ന് ഉണ്ടാവുക. അതിനുശേഷം നാളെ ആയിരിക്കും അവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഇലന്തൂരിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് ആദരാഞ്ജലി അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സന്നിഹിതനായിരുന്നു. Saji, lu tengok ഉൾപ്പെടെ മുഖ്യമന്ത്രിയായ വൈദിക കുടുംബം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തെരച്ചിൽ, ഏറ്റവും ദീർഘകാലം നീണ്ട ഒരു തെരച്ചിൽ നടത്തി അതിലൂടെ
നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തോമസ് ചെറിയാൻ നാടിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച അദ്ദേഹത്തിൻ്റെ അവശിഷ്ട ശരീരം നമുക്ക് തിരിച്ചു ലഭിച്ചു. അത് ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമാണ്. ഇന്ത്യയിൽ ആദ്യമാണ് ഇത്രയും കൊല്ലത്തിന് ശേഷം ആ തെരച്ചിൽ തുടങ്ങുന്നത്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു, ഇന്നലെ ബന്ധപ്പെട്ടു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചതായിരുന്നു. പിന്നീട് വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ സ്പെഷ്യലായി ഇത്തരത്തിൽപ്പെട്ട 5 ഇലന്തൂരിലെ തോമസ് ചെറിയാൻ്റെ വീട്ടിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സന്ദർശനം നടത്തി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ലഭിച്ചു. തിരിച്ചറിയാൻ വിഷമമുണ്ടായില്ല. കാരണം ഇന്നത്തെ ഐഡൻറ്റിറ്റി കാർഡ്, അവരുടെ കാർഡ് ഉണ്ടായി. അങ്ങനെ നാളെ ഇവിടെ എത്തും. അദ്ദേഹത്തിൻ്റെ ധർമ്മപിതാവിൻ്റെയും മാതാവിൻ്റെയും വിചാരമനുസരിച്ച് ആ ശവക്കലർമ്മക്കിടയിൽ അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഡെഡ് ബോഡി ഇവിടെ അടക്കം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് ആളെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ആളുടെ ചരിത്രം എല്ലാവരും ശ്രദ്ധിക്കും. കുടുംബാംഗങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ എത്രയോ കാലത്തെ അതിജീവിച്ചു. നമുക്കെല്ലാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരിയും മറ്റു ബന്ധുക്കളോടും എല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ചടങ്ങോടുകൂടി വിശ്വാസമനുസരിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം. തീർച്ചയായിട്ടും ആ സെക്രട്ടറി തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതെല്ലാം ഇന്ന് ചെറുപ്പവും കാര്യങ്ങളെല്ലാം പ്രൈം മിനിസ്റ്റർ ഇത്തരം കാര്യങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. നാടിന് വേണ്ടി അർപ്പണം ചെയ്ത ആളുകളെയെല്ലാം ഒരു വേണ്ട രീതിയിൽ രാജ്യം ആദരിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഞാൻ ഇന്നലെ അറിയിച്ചപ്പോൾ തന്നെ രാത്രി വിളിച്ചിട്ട് നിർദ്ദേശം വന്നിരുന്നു. അതോടൊപ്പം തന്നെ തോമസ് റാന്നിയിലെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ അപ്പോൾ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നു. ബാക്കി ജനപ്രതിനിധികളെല്ലാം ഒരു മാനബിന്ദുവായി തീർച്ചയായും തോമസ് ചെറിയാൻ മാറിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂട്ടായി പ്രാർത്ഥിക്കുക. അതിൽ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള അനുശോചനം അറിയിക്കാൻ ആദരവ് പ്രകടിപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് ഞാൻ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ പിന്നീടമായ നമസ്കാരം, എല്ലാ പ്രാർത്ഥനകളും. സെക്രട്ടറി ജോൺസൺ കലക്ടർ മദ്രാസിനെ പ്രതിനിധീകരിച്ചും അവിടത്തിന് വേണ്ടി ഒരു വാക്ക്